ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഏറ്റവും നല്ലത് ഇന്നലെയായിരുന്നു. അത് കഴിഞ്ഞാൽ ബെസ്റ്റ് സമയം ഇന്നാണ്, ഇപ്പോഴാണ് എന്നുള്ളതാണ്. കാരണം എത്രയും നേരത്തെ എടുക്കാൻ കഴിയുമോ അത്രയും നല്ലതാണ്. ഏറ്റവും ആരോഗ്യമുള്ള സമയത്താണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത്. കാരണം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കവറേജ് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ഒരു സമൂഹത്തിലേക്ക് ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണത്. പക്ഷെ അതിലും ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പം ഇതേപോലുള്ള ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ അതിന്റെ പരമാവധി കവറേജ് 5 ലക്ഷം ഒക്കെയാണ് കൊടുക്കുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ 5 ലക്ഷം എന്നുള്ളത് ഒരു ഫാമിലിക്കും തീരെ മതിയാവാത്ത എമൗണ്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 25 ലക്ഷം ബേസ് പോളിസിയും ടോട്ടൽ ഒരു കോടിയിലേക്കൊക്കെ ഇൻഷുർ ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പൊതുവെ എല്ലാവരുടെയും ധാരണയാണ്, ഞാൻ അടക്കമുള്ള എല്ലാവരുടെയും ധാരണയാണ്, ഞാൻ ഹെൽത്തിയാണ്, എനിക്ക് ഇതേപോലുള്ള അസുഖങ്ങളൊന്നും വരാനുള്ള സമയമായിട്ടില്ല എന്നുള്ളത് അല്ലേ. നമ്മൾ ഇൻഷുറൻസ് വാങ്ങിക്കുന്നത് ഇന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, അത് ഭാവിയിലെ ഒരു റിസ്ക് കവർ ചെയ്യാനുള്ള ഒരു പ്രോമിസ് ആണ് സത്യത്തിൽ നമ്മൾ ഇൻഷുറൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പലരും ചീപ്പ് പോളിസികളെ തേടി പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. അപ്പോൾ കൃത്യമായിട്ട് പോളിസിയെ കുറിച്ച് പഠിക്കാം. അതിനെന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രീ കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ളൊരു ഏരിയയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത്. അത് ഏത് പ്രായത്തിലാണ് അത് എടുക്കേണ്ടത്, എത്ര ലക്ഷം രൂപയാണ് ക്ലെയിം ചെയ്ത് കിട്ടുക, എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത് സംവിധാനം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പല ആളുകൾക്കും സംശയമാണ്. നമ്മുടെ കൂടെ എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കോച്ചായിട്ടുള്ള റെബ്ലെ സാറാണ്. അദ്ദേഹത്തോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അതിന് കൃത്യമായ ആൻസറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സാർ നമസ്കാരം. നമസ്കാരം. ഒരുപാട് ആളുകളുടെ സംശയമാണ് ഇപ്പം ഏത് പ്രായത്തിലാണ് ഇൻഷുറൻസ് എടുക്കേണ്ടതെന്നുള്ളത്. ഇപ്പം ചെറിയ ആളുകൾ ഇപ്പം 18 വയസ്സ് മുതൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതിൽ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ശരിക്കും ഇൻഷുറൻസ് എടുക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഒരു നിബന്ധന ഉണ്ടോ? അപ്പം എന്നുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഏറ്റവും നല്ലത് ഇന്നലെയായിരുന്നു, അത് കഴിഞ്ഞാൽ ബെസ്റ്റ് സമയം ഇന്നാണ്, ഇപ്പോഴാണ് എന്നുള്ളതാണ്. കാരണം എത്രയും നേരത്തെ എടുക്കാൻ കഴിയുമോ അത്രയും നല്ലതാണ്. ഏറ്റവും ആരോഗ്യമുള്ള സമയത്താണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത്. കാരണം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കവറേജ് അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. ഇതിലിപ്പം കവറേജിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം എത്ര ലക്ഷം വരെ ആയിരിക്കും ഒരു കവറേജ്? ഇപ്പം 5 ലക്ഷം എടുക്കുന്നതാണോ അല്ലെങ്കിൽ 10 ലക്ഷമാണോ? ഒരു ശരാശരി ഒരാൾക്ക്, ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എത്ര ലക്ഷം രൂപയുടെ കവറേജ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്? ഏറ്റവും പോസിബിൾ അവരെ കൊണ്ട് സാധിക്കുന്ന എത്രയാണോ അത്രയും അവർ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കേരളത്തിലെ രോഗികളെ എടുത്തു നോക്കുമ്പോൾ അത് ദേശീയ ശരാശരിയേക്കാൾ 3 മടങ്ങ് കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഹോസ്പിറ്റലൈസേഷൻ്റെ കണക്കും. അപ്പോൾ ഒരു ഫാമിലിക്ക് 2 രീതിയിൽ വേണമെങ്കിൽ പോളിസി ചെയ്യാം. ഒരു ബേസ് കവർ, പിന്നെ ഒരു ടോപ്പ് അപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ. ഒരു 25 ലക്ഷം എങ്കിലും ഒരു ശരാശരി കുടുംബങ്ങൾ എടുത്തു വെക്കണം. അതോടൊപ്പം തന്നെ ഒരു 1 crore ടോപ്പ് അപ്പ് പ്ലാനിലേക്കും അവരെത്തുമ്പോഴാണ് ഇന്നത്തെ ഹോസ്പിറ്റൽ ബില്ലിനെയും ഇന്നത്തെ മെഡിക്കൽ ഇൻഫ്ലേഷനെയും ഒക്കെ കവച്ച് വെച്ചുകൊണ്ട് അവർക്ക് ആ റിസ്ക് കവർ ചെയ്യാൻ കഴിയുന്നു. ഇപ്പം ഒരുപാട് ആളുകൾ വിചാരിക്കുന്നു ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ഇൻഷുറൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകാറില്ല, അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ പ്രീമിയം ഇൻഷുറൻസുകൾ എടുക്കുന്നത് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകളോട് സാറിന് എന്താ പറയാനുള്ളത്? പൊതുവെ എല്ലാവരുടെയും ധാരണയാണ്, ഞാൻ അടക്കമുള്ള എല്ലാവരുടെയും ധാരണയാണ്, ഞാൻ ഹെൽത്തിയാണ്, എനിക്ക് ഇതേപോലുള്ള അസുഖങ്ങളൊന്നും വരാനുള്ള സമയമായിട്ടില്ല എന്നുള്ളത് അല്ലേ. പക്ഷേ നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് വാങ്ങിക്കുന്നത് ഇന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, അത് ഭാവിയിലെ ഒരു റിസ്ക് കവർ ചെയ്യാനുള്ള ഒരു പ്രോമിസ് ആണ് സത്യത്തിൽ നമ്മൾ ഇൻഷുറൻസ് ആയിട്ട് കണക്കാക്കുന്നത് അല്ലേ. പൊതുവെ എല്ലാവരോടും പറയാറുണ്ട്, പൊതുവെ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസേഴ്സ് തന്നെ പറയാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഉറപ്പാണ് നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള അസുഖം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനേ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു ഉറപ്പ് ഇന്ന് ആർക്കും നൽകാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ആ ഭാവിയിൽ നമുക്ക് വരാവുന്ന വലിയൊരു സാമ്പത്തിക നഷ്ടത്തെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം. ഇത് ഞാൻ മാത്രം പറയുന്നല്ല, എല്ലാ ഫിനാൻഷ്യൽ എക്സ്പേർട്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് പറയുന്നത്. ഇതിലിപ്പം റൂം റെൻറ്റ് ലിമിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പം എൻ്റെ ഒരു അവസാന ബില്ലിനെ അതെങ്ങനെയായിരിക്കും ബാധിക്കുന്നുണ്ടാവുക? ഈ റൂം റെൻറ്റ് എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ്. പല ഹെൽത്ത് ഇൻഷുറൻസിലും അത് ഒരു ക്യാപ്പിംഗ് ഉണ്ടാവും. അതായത് ഇപ്പം ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ റൂം റെൻറ്റ് ലിമിറ്റ് ഒരു 5000 രൂപയാണ്. ആൾക്ക് എലിജിബിൾ ആയത് അതാണ്. പക്ഷെ ആൾ എടുത്തിരിക്കുന്ന റൂം 7500 രൂപയുടെ റൂമാണ് എടുത്തിരിക്കുന്നത്. 5 ദിവസം ആൾ അഡ്മിറ്റ് ആവുമ്പോൾ
ആൾ ഉപയോഗിക്കേണ്ട റൂമിനേക്കാളും 50% അധികം എമൗണ്ട് ആണ് ആൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആളുടെ മൊത്തം ബില്ലിൽ ഉണ്ടാവും. അപ്പം മൊത്തം ബില്ല് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 50% അതിൽ കുറവ് വന്നേക്കാം. അപ്പോൾ പോളിസി കണ്ടീഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ടേംസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ആളുകൾക്കൊക്കെ സംശയമുണ്ട് ഈ കോ പേയ്മെൻറ്റ് എന്നുള്ളത് എന്താണെന്നുള്ളത്. പലതരത്തിൽ അതിനെ കാറ്റഗറൈസ് പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണത് കോ പേയ്മെൻറ്റ്? കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിസിബിൾ ക്ലെയിം എമൗണ്ട് പോളിസി ഹോൾഡറും കമ്പനിയും കൂടെ ഷെയർ ചെയ്യുക. അവിടെ ഒരു പാർട്ട്ണർഷിപ്പായിട്ടാണ് അത് പോവുക. അതായത് ഇപ്പോൾ ഒരു 10% കോ പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ബില്ല് ഏകദേശം 15 ലക്ഷം രൂപയാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ 1.5 ലക്ഷം രൂപ ആ പോളിസി ഹോൾഡർ അടയ്ക്കണം, ബാക്കി എമൗണ്ടേ കമ്പനി അടയ്ക്കുള്ളൂ. അപ്പോൾ കോ പേയ്മെൻറ്റും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഇന്ത്യയിൽ പൊതുവേ ഈ ക്ലെയിം റിജക്ട് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടാണ് പറയുന്നത്. സത്യത്തിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ക്ലെയിം റിജക്ഷൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്, ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ലൈഫ് ടൈമിൽ, അതായത് ഞാൻ പോളിസി എടുക്കുന്നത് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്ത അസുഖങ്ങളുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നമ്മൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ കാണിക്കണം. പ്രധാനമായിട്ടും ക്ലെയിം റിജക്ഷൻ വരുന്നത് ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഡിസ്ക്ലോസ് ചെയ്യാത്തതുകൊണ്ടാണ്. രണ്ടാമത്തത് റിജക്ഷൻ വരുന്നത് കുറേ അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡുകളുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡുകളിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് പ്രധാന ഘടകങ്ങൾ. പിന്നെ ഉള്ളത് ഇപ്പം ചില കേസുകളിൽ ഹോസ്പിറ്റലുകൾ അഡ്മിഷൻ ആവശ്യമായിരിക്കില്ല. അപ്പോൾ അഡ്മിഷൻ ആവശ്യമില്ലാത്ത കേസിൽ ഒരു ഒബ്സർവേഷനിൽ ഇരിക്കുമ്പോൾ ആൾക്ക് ചിലപ്പോൾ ക്ലെയിം കിട്ടണമെന്നില്ല. ക്ലെയിം റിജക്ഷൻ സംഭവിക്കുന്നത് പ്രധാനമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ ക്ലെയിം റിജക്ഷനും എന്താ പറയുക, 100% കസ്റ്റമറുടെ ഭാഗത്ത് ന്യായമാണെങ്കിൽ അതൊരിക്കലും റിജക്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. അതിനെല്ലാ സംവിധാനങ്ങളും ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. നിലവിൽ നമ്മുടെ പ്രൊപ്പോർഷൻ ഫോമിൽ എന്തെങ്കിലുമൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ പോളിസി മൊത്തത്തിൽ റദ്ദാക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അത് എന്താണ് അദ്ദേഹം മറന്നുപോയത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഈ പറഞ്ഞതുപോലെ ആൾക്ക് ലൈഫിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും അസുഖം ആൾ കാണിക്കാൻ വിട്ടുപോയതാണെങ്കിൽ അത് ഒരു പക്ഷേ ഈ ക്ലെയിമിൻ്റെ അവസരത്തിൽ ഇൻഷുറൻസ് കമ്പനിക്ക് മനസ്സിലാവുകയാണ്. കാരണം ട്രീറ്റിംഗ് ഡോക്ടറുടെ ലെറ്ററുടെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കപ്പെടുകയാണെങ്കിൽ ആൾക്ക് ആ ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടാം, ചിലപ്പോൾ പോളിസി തന്നെ ക്യാൻസൽ ആവാം. അതുകൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ഡയഗ്നോസ് ചെയ്ത എല്ലാ അസുഖങ്ങളും നിർബന്ധമായിട്ടും കാണിക്കുക എന്നുള്ളത് ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ ഒരു പോളിസി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ആളുകൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഇപ്പം പലരും ചില ആളുകൾ ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും, അവിടുന്ന് അഡ്മിറ്റ് തിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അതിൽ നമ്മുടെ ക്ലെയിം റിജക്റ്റ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ടോ? അതായത് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ അവിടെ അഡ്മിറ്റ് ആവുക എന്നുള്ളതാണ് IRDA തന്നെ നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഡേ കെയർ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ ക്ലെയിം കൊടുക്കുന്നുണ്ട്. അത് ടെക്നോളജിയുടെ അഡ്വാൻസ് മൂലം ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ചികിത്സ കഴിഞ്ഞ് പോവുക എന്നുള്ളതാണ്. ഒരു ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. ഏകദേശം 600കളോളം പ്രൊസീജിയറുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് 24 മണിക്കൂർ അഡ്മിഷൻ ഇല്ലാതെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഇന്ന് ഇൻഷുറൻസ് കമ്പനികൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 24 മണിക്കൂർ നിർബന്ധമില്ല, പക്ഷേ അവിടെ അസുഖം എന്തെങ്കിലും രീതിയിൽ ഉണ്ടാവണം. ഒബ്സർവേഷനിൽ ഇരിക്കുന്നതിന് പലപ്പോഴും നമുക്ക് ക്ലെയിം കിട്ടില്ല എന്നുള്ളത് മാത്രം. അപ്പം ഞാൻ പല തവണയായിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോളിസി റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടോ? ഇത് സത്യത്തിലൊരു മിഥ്യാധാരണയാണ്. കാരണം IRDA തന്നെ കർശനമായിട്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം വെച്ചിരിക്കുന്നതാണ്. ഒരു ആള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു റിസ്ക് കവർ ചെയ്യാനാണ് ഇത് എടുക്കുന്നത്. ഒരിക്കലും ഒരു ഇൻഷുറൻസ് കമ്പനിക്കും ഒരാളുടെ പോളിസി ക്ലെയിം വന്നതുകൊണ്ട് റിജക്റ്റ് ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു പോളിസി എടുത്തു, എനിക്കിപ്പോൾ അത് മറ്റൊന്നിലേക്ക് പോർട്ട് ചെയ്യണം എന്ന ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അത് അങ്ങനെ എനിക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിന് വരുന്ന ഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാം. ഇന്നൊരു സിം പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സർവീസിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടക്കേടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള വെയിറ്റിംഗ് പീരീഡുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും അതിൻ്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. പോളിസി ആക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളത് ആ ഇൻഷുറൻസ് കമ്പനിയുടെ റൈറ്റ് ആണ് എന്നത് മാത്രം.
ഇപ്പം പല ആളുകളും വിദേശത്തുണ്ട്, ഇപ്പോൾ NRIs ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിൽ ഇൻഷുറൻസ് എടുക്കണോ എന്നുള്ളതൊരു കാര്യമുണ്ട്, അവർക്ക് പല സംശയങ്ങളുണ്ടാവും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഈ NRIസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ നാട്ടിലുള്ള പേരൻസിന് അവർ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കും. പക്ഷെ അവർക്ക് സ്വന്തം അവർ എടുത്തു വെക്കില്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അവർ ഈ NRI വാസമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നത് ചിലപ്പം മൊത്തം പൈസയായിട്ട് മാത്രമായിരിക്കില്ല, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും. അന്ന് അവർക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും അല്ലെങ്കിൽ ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കവറേജും കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ അവർ നാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഇപ്പം 2 തരത്തിലുള്ള പോളിസികളുണ്ടല്ലോ. ഇപ്പം ഗ്രൂപ്പ് പോളിസി ഉണ്ട്, റീറ്റെയിൽ പോളിസി ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്രൂപ്പ് പോളിസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എംപ്ലോയി ആണെങ്കിൽ ആൾക്ക് കമ്പനി ഒരു പോളിസി കൊടുക്കുന്നുണ്ട്, അതിനെ നമുക്ക് ഗ്രൂപ്പ് പോളിസികളിന് പല തരത്തിലുണ്ട്. ഈ ഗ്രൂപ്പ് പോളിസി ആള് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആ ജോലിയിൽ നിന്ന് ആള് മാറുകയോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിരമിക്കുകയോ ചെയ്യുമ്പോഴേക്ക് ഈ ഗ്രൂപ്പ് പോളിസിക്ക് ആൾക്ക് കവറേജ് ലഭിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള തന്നെ ഒരു കിരൺ എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി, ഒരു 40 വയസ്സായ ആളായിരുന്നു. ആളൊരു കമ്പനിയിൽ, കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. 40-ാം വയസ്സിലാണ് ആൾക്ക് ക്യാൻസർ വരുന്നത്. ക്യാൻസർ വന്ന ആൾക്ക് ഏകദേശം 18 ലക്ഷം രൂപയുടെ ചികിത്സ വേണ്ടി വന്നു. ആ സമയത്ത് തന്നെ ആൾക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ആ ജോലി ഉപേക്ഷിക്കുന്നതോടെ ആളുടെ കവറേജ് അവിടെ നഷ്ടമാകുകയാണ്. പിന്നെ ആ കുടുംബത്തിന് അതൊരു വലിയ ബാധ്യതയായിട്ട് മാറുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസിനോടൊപ്പം എല്ലാ എംപ്ലോയീസും അല്ലെ എല്ലാ ജോലി ചെയ്യുന്നവരും നിർബന്ധമായിട്ടും ഒരു റീറ്റെയിൽ ഇൻഷുറൻസ് കൂടെ എടുത്തു വെക്കണം. അത് നിർബന്ധമാണ്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളുണ്ട്, ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അതിൽ ഈ പ്രീമിയത്തിന് പലതരത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, എമൗണ്ടിലൊക്കെ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? ഇതിപ്പം നമ്മൾ ഇപ്പോൾ ഒരു കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആൾട്ടോ കാറും ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ടാവും. എന്ന് പറയുന്നത് പോലെ ഈ ഹെഡിങ് ആണ് ഒരു 10 ലക്ഷം എന്നുള്ള സം ഇൻഷുർഡ്. അതിലുള്ള ഫീച്ചേഴ്സിനനുസരിച്ച് ഇതിൻ്റെ പ്രീമിയം വ്യത്യാസപ്പെടും. അതായത് റൂം ലിമിറ്റ് എത്രയാണ്, റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉണ്ടോ, കോ പേയ്മെൻ്റ് ഉണ്ടോ, ഇനി ഈ കമ്പനി എത്രത്തോളം കാലമായിട്ട് ഇവിടെ ഉണ്ട്, ഈ കമ്പനിയുടെ ക്ലെയിം റേഷ്യോ എങ്ങനെയാണ്, അങ്ങനെയുള്ള വ്യത്യസ്തമായ ആസ്പെക്റ്റിനനുസരിച്ചാണ് അവിടെ പ്രീമിയത്തിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ പലരും ചീപ്പ് പോളിസികളെ തേടി പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. അപ്പോൾ കൃത്യമായിട്ട് പോളിസിയെക്കുറിച്ച് പഠിക്കാം. അതിനെന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രീ കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. ഇപ്പം ഗവൺമെൻറ് തന്നെ ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പം കാരുണ്യുണ്ട്, ആയുഷ്മാൻ ഉണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്വകാര്യ ഇൻഷുറൻസും കൂടെ നമ്മളിലേക്ക് വേണം എന്നുള്ളതിന് അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമായിരിക്കും? ഒരു സമൂഹത്തിലേക്ക് ഗവൺമെൻറ് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണത്. പക്ഷെ അതിലും ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പം ഇതേപോലുള്ള ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പരമാവധി കവറേജ് 5 ലക്ഷം ഒക്കെയാണ് കൊടുക്കുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ 5 ലക്ഷം എന്നുള്ളത് ഒരു ഫാമിലിക്കും തീരെ മതിയാവാത്ത എമൗണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 25 ലക്ഷം ബേസ് പോളിസിയും ടോട്ടൽ 1 കോടിയിലേക്കൊക്കെ ഇൻഷുർ ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അവിടെ ഘടകമായിരിക്കുന്നത് അവർക്ക് അതിനുള്ള പണം ചെലവഴിക്കാനുള്ള അതോറിറ്റി ഉണ്ടോ, പണമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും അതിന് മുകളിലേക്കുള്ളവരൊക്കെ നിർബന്ധമായിട്ടും ഇതിനോടൊപ്പം തന്നെ ഇതേപോലുള്ള ഒരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസും കൂടെ എടുത്തു വെക്കണം. ഫാമിലിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അതാണ് ഏറ്റവും ഉത്തമം. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു, ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അത് പലതും സാറ് പറഞ്ഞു. ഇപ്പം യൂത്ത് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവർക്ക് ഒരു പഠിക്കുന്ന സമയമാണ്, അവർക്കിപ്പം സാമ്പത്തികമായിട്ട് വരുമാനങ്ങളും കാര്യങ്ങളൊന്നും വരുന്നത് കുറവായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവും ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കാൻ വേണ്ടി പറ്റുക? അവർക്ക് പ്രധാനമായിട്ടും ഇതിനൊരു പ്രീമിയം അടയ്ക്കണം. അപ്പോൾ അവർക്ക് അതിനുള്ള ശേഷിയില്ല. പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് അവെയർഡ് ആണെങ്കിൽ അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടി എന്തായാലും ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം. കാരണം അസുഖം വരുന്നത് ഇന്ന പ്രായം എന്നുള്ളതൊക്കെ അതൊക്കെ പണ്ടുള്ള ഒരു ധാരണയായിരുന്നു. ഏത് പ്രായത്തിലും അസുഖം കടന്നു വന്നേക്കാം അല്ലേ, നമ്മൾ വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് എപ്പോഴും. അതുകൊണ്ട് ആ പ്രായത്തിലുള്ളവരും അത് എടുത്തു വെക്കേണ്ടത് നിർബന്ധമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇൻഷുറൊക്കെ എടുത്തു, പലതരത്തിൽ ക്ലെയിം ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം കൂടെയാണ്. ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ചതിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിനെ നേരിടാൻ വേണ്ടി? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതാണ്.
അത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 2-3 രീതികൾ നമുക്കത് ചെയ്യാം. ആദ്യത്തെ രീതി, ആ കമ്പനിയിലെ തന്നെ ഒരു ഗ്രീവൻസ് സെല്ല് ഉണ്ടാവും, അവരെ സമീപിക്കുക എന്നുള്ളത്. അവർക്കൊരു മെയിലായിട്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു മെയിൽ അയക്കുക. ഒരു 10-14 ദിവസം കൊണ്ട് അവരുടെ മറുപടി വരേണ്ടതാണ്. ഇനി അത് വന്നിട്ടില്ലെങ്കിൽ IRDAക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതിനും പരിഹാരം ആയിട്ടില്ലെങ്കിൽ ഓംബുഡ്സ്മാൻ ഉണ്ട്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസിന് തന്നെ ഒരു ഓംബുഡ്സ്മാൻ ഉണ്ട്. അവരെ ഒരു 50 ലക്ഷത്തിന് ഉള്ളിലുള്ള ഒരു ക്ലെയിം ആണെങ്കിൽ നമുക്ക് അവരെ സമീപിക്കാം. ഇതിനൊന്നും യാതൊരു രീതിയിലുള്ള ഫീയും ആവശ്യമല്ല. അപ്പോൾ ഇനി ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ അവസാന പടിയാണ് നമുക്ക് കൺസ്യൂമർ കോർട്ടിലേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ ഇത്രത്തോളം പരിഹാര മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ടാണ് ജെന്യൂനായ ഒരു ക്ലെയിമും ഒരു കസ്റ്റമറുടെയും റിജക്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളത് പറയുന്നത്. സാർ, ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചു. പല ആളുകളുടെയും പല സംശയങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാലും പലർക്കും ഇനിയും സംശയങ്ങൾ പൊന്തി വരാം. അപ്പോൾ അവർക്ക് ഇപ്പോൾ സാറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്കൊരു സാധ്യത? നമുക്ക് ഞാനിവിടെ എൻ്റെ ഓഫീസ് നമ്പർ എന്തായാലും ഇവിടെ കൊടുക്കാം. അതുകൂടാതെ ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ എങ്ങനെയാണോ അവർക്ക് കണക്ട് ചെയ്യാൻ ഉള്ളത് അവർക്ക് കണക്ട് ചെയ്യാം. കാരണം സംശയങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും. അവരെയൊക്കെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യാം. ഇനി ഒരു ഗ്രൂപ്പ് പോലെ എന്തെങ്കിലും സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും ഈ ഒരു വിലപ്പെട്ട സമയത്ത് ഇത്രയും സമയം നമ്മളോട് സംഭവിച്ചതിനോട് ഒരുപാട് നന്ദി. താങ്ക് യു.